ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതും അതേസമയം ഇപ്പൊ കൂടോത്രം എന്ന് പറയുമ്പോൾ പിശാജ് ചാത്തൻ എന്നൊക്കെ പറയുന്ന സാധനത്തെ കുറിച്ച് പറയുമ്പോൾ അത് മോശമായിട്ട് വരുന്നത് എങ്ങനെയാണ്? കാരണം ഞാൻ പറഞ്ഞത് ഇതാണ്, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിപ്പോ വിശ്വാസം എന്ന് പറയുന്നത് ഒരാളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ, ഇപ്പൊ എനിക്കൊരിടത്ത് പോയി പ്രാർത്ഥിച്ചാൽ എനിക്ക് മനസമാധാനം ഉണ്ടാകും എന്നൊരു ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ഒരിടത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ഒരു സാധനം കൊണ്ടുവന്ന് മറ്റൊരുത്തൻ മുടിഞ്ഞു പോണേ എന്ന് പറഞ്ഞാൽ അവിടെ കുഴിച്ചിടുന്നിടത്താണ് നമുക്ക് ഈ പ്രശ്നം. അത് രണ്ട് കാഴ്ചപ്പാടാണല്ലോ. ഇതിപ്പോ നമുക്ക് പ്രശ്നം എന്റെ പ്രശ്നമല്ല, ആ പ്രശ്നം KPCC അധ്യക്ഷൻ അനുഭവപ്പെട്ടു എന്നുള്ളിടത്താണ് വിഷയം. ഞാനിതിൽ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ലോട്ടറി അടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, ചെകുത്താനോട് പ്രാർത്ഥിച്ചിട്ട് ഇതേപോലെ തകിട് കുഴിച്ചിട്ടോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടാണ്, വെള്ളം തെളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറൊരാളുടെ ഒരു മുട്ടുവേദനയോ പുറവേദനയോ മാറിയാൽ അതിൽ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു പാക്കേജാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് അലുവ പോലെ ദൈവത്തെ മാത്രം എടുത്ത് മാറ്റാൻ കഴിയില്ല. അതിൽ പിശാചും ഉണ്ട്, ചാത്തനൊക്കെ ഉണ്ട്. ഈ പറയുന്ന യുക്തിവാദത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇതിന് വളരെ നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു കാര്യം പറയാൻ പറ്റും. നമുക്ക് വിശ്വാസം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സംസ്ഥാനത്തും നിയമം കൊണ്ടുവരാൻ കഴിയില്ല. വിശ്വാസം നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രമേയം അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അന്ധവിശ്വാസവും അനാചാരവും ഈ പറയുന്ന ദുർമന്ത്രവാദവും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം ഇവിടെ നിയമം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥ, നമ്മുടെ ഭരണഘടന വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും രണ്ടായി തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ കാര്യം. ശരി, പെട്ടെന്ന് പറയണേ. ഓക്കെ, അതായത് അങ്ങനെ വരുമ്പോൾ കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരണഘടന പരമായിട്ടോ അതല്ലെങ്കിൽ ഗവൺമെന്റ് പരമായിട്ടോ ഗവൺമെന്റ് പ്രോ ദൈവവും ആന്റി ചെകുത്താനും ഷെയ്ത്താനും ആണ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഇത് രണ്ടും ഒരു പാക്കേജാണ്. ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ടും അന്ധവിശ്വാസം ഇവിടെ നടക്കുന്നുണ്ടെന്നേ. അതാണ് ഞാൻ പറഞ്ഞ സുന്നത്ത്. അതൊരു അന്ധവിശ്വാസമാണ്, ഒരു ദുരാചാരമാണ്. കാഴ്ചപ്പാടുണ്ടാകും. അങ്ങയുടെ വിശ്വാസവും അങ്ങയുടെ കാഴ്ചപ്പാടും അതാണ് നമ്മൾ തമ്മിൽ ഈ ഡയലോഗ്. ഈ കാഴ്ചപ്പാട് സുധാകരനായിക്കൂടെന്നാണ് എനിക്ക് ഇതിന്റെ ഒരു നടുക്ക് പറയാൻ കഴിയുന്നത്. ഈ കാഴ്ചപ്പാട് സുധാകരൻ ആയിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എതിർക്കാണെങ്കിൽ രണ്ടിനെ എതിർക്കാം, ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പണിക്ക് ഇറങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത്. ശരി, അങ്ങയുടെ വിശ്വാസം അതാണ് എന്നാൽ മാത്രമാണ് എനിക്കിതിന്റെ നടുക്ക് എന്ന് പറയാൻ കഴിയുന്നത്. ശ്രീ ആരിഫ് ഹുസൈൻ.